നിങ്ങൾ +2ന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യണോ ഐസറിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ? അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പല +2ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ടാണ്, നമ്മൾ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. ഈ ഒരു ഡൗട്ടിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ +2ൽ മിനിമം 60% മാർക്ക് വേണം എന്ന് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് അവൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, എക്സാം എഴുതാം. എക്സാം എഴുതി മാർക്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് എത്രത്തോളം സ്കോർ ഉണ്ട് എന്നൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ ഒരിക്കലും +2ന്റെ സർട്ടിഫിക്കറ്റ് വെയിറ്റ് ചെയ്തിരിക്കരുത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ March 5, 2026 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പോർട്ടൽ ഓപ്പൺ ആവും, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ പോയിട്ട് ഐസറിന്റെ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഒരിക്കലും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളം ഐസർ കമ്മ്യൂണിറ്റി നമ്മൾ വാട്സപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിലും ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. See you there in the community and thanks for watching.